ബോസ് സീസൺ 5 കമ്പയറിംഗ് വിത്ത് ബിഗ് ബോസ് സീസൺ 6. അപ്പൊ നമുക്ക് ആ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എന്താ, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നതിനെ പറ്റി അതെന്താണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളൊരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ചെയ്യും, നല്ല രസമായിരിക്കും, നമുക്കും കാണാലോ, പഴയതൊക്കെ വെച്ച് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരിപാടി ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ വേറൊരു വലിയ കാര്യം ആദ്യമേ നിങ്ങളോട് പറയാം. സംഗതി വേറൊന്നുമല്ല, ഈ സീസൺ ടോട്ടലി എല്ലാ എപ്പിസോഡും അതുപോലെ തന്നെ മാക്സിമം ലൈവും ഇരുന്ന് കണ്ട ഒരാളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡും ലൈവും ഒന്നും ഞാൻ ഒരു പരിധി കൂടുതൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം ഞാൻ പറയാം, കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ ഇന്നിരുന്ന് കുറെ പഴയ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കി. നമ്മൾ ചുമ്മാ കയറി ഒരു വീഡിയോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനൊന്നും പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ വീണ്ടും ഇരുന്ന് കണ്ടു നോക്കി. എന്നാലും ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ, തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ എന്ന് പറയുന്നത് എന്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവര്, അവരെ ഞാൻ എന്റെ ഒരു ഫാമിലി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. മാന്യമായിട്ട് എന്നോട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരോട് ഞാൻ നല്ല വൃത്തിക്കായിരുന്നു സംസാരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ചൊറിയൻ പുഴുക്കൾ കാണുമല്ലോ, എവിടെ നമ്മൾ പോയാലും ചെറിയ ചൊറിയൻ പുഴുക്കൾ കാണും. അങ്ങനെയുള്ളവന്മാരുണ്ട്. അവരോട് അവര് മാന്യമായിട്ട് സംസാരിക്കണം. മാന്യമായിട്ടെന്നല്ല, ഒരുമാതിരി ചൊറിഞ്ഞ് സംസാരിച്ചാലും ഞാൻ ഓക്കെ ഒരു ചിരി കൊടുത്താൽ വിടും. പക്ഷെ ചില ആൾക്കാരുണ്ട് ഈ തെറി പറഞ്ഞു വരുന്നവന്മാര്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവരോട് ഉള്ള കാര്യം പറയാലോ, തന്തയ്ക്ക് അങ്ങ് പറഞ്ഞു വിടും. ഞാൻ വേറൊന്നും ചെയ്യാറില്ല, എന്നോട് ക്ഷമിക്കുക, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്തയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു വിടും. ഒറ്റ തവണ ഞാൻ പറയത്തുള്ളൂ. മറ്റേ പിന്നെയും ഇവന്മാര് പിന്നെയും തെറി പറഞ്ഞു, പിന്നെ ഞാൻ പോയിട്ട് ആ പരിപാടിയൊന്നും വിടില്ല. അതൊന്നും ഇല്ല. വീട്ടിൽ ഇരിക്കുന്നവരെ എന്നെ ഒരു കാര്യമില്ലാതെ വന്ന് തെറി പറയുന്നവരോട് തന്തയ്ക്ക് പറഞ്ഞ് ഞാനങ്ങ് വിടും. അത് അവിടെ തീരും. പിന്നെ ഞാനത് ഇവന്മാര് തിരിച്ചു തെറി പറയുന്നുണ്ടോ ആ ഒരു പരിപാടി ഞാൻ നോക്കാൻ പോകാറില്ല. കാരണം അത്ര കൊടുത്താൽ മതി വില നമ്മള്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എന്നാൽ നമ്മളെ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് തന്നെ ഞാനൊരു കമന്റ് കണ്ടേ, ഒരാൾ വന്നിട്ട് എന്തോ ഒരു കാര്യത്തില് ഞാൻ പറഞ്ഞ എന്തോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വന്ന് സംസാരിക്കുകയാണ്. പക്ഷെ ആ ശരിയായില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങി നല്ല വ്യക്തമാക്കി എനിക്ക് തന്നു എന്താണ് എനിക്ക് തെറ്റ് പറ്റിയതെന്നും. അത് നല്ല രീതിയിൽ എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ പുള്ളിയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ ആദ്യമേ ആ ഒരു കമന്റ് കാണുമ്പോഴത്തേക്ക് ആർക്കാണെങ്കിലും ദേഷ്യം വരും, ഇയാൾ എന്തിനാ. പക്ഷെ എനിക്ക് അങ്ങനെ അല്ല ഞാൻ എടുത്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഞാൻ എന്നിട്ട് പിന്നെയും സംസാരിച്ചു. അങ്ങനെയുള്ള ഹെൽത്തി ഒരു വിമർശനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിപ്പോ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് പോവാം. കമ്പാരിസൺ എന്ന് പറഞ്ഞിപ്പോ തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഞാനിവിടെ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ എല്ലാം ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. കുറച്ചൊക്കെ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നാണ് കുറെയൊക്കെ ഈ പഴയ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ സീസണിൽ ഇരുന്ന് കണ്ടത്. അപ്പൊ ഈ ശോഭ, അഖിൽമാരാർ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഞാനപ്പം കഴിഞ്ഞ വർഷം ഈ ബിഗ് ബോസ് നടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല. ഞാൻ അത്യാവശ്യം ട്രാവൽ ആയിരുന്നു, ട്രാവൽ അങ്ങനത്തെ ഒരു പരിപാടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിധി കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുള്ളേ ഉള്ളൂ. പിന്നെ 1-2 എപ്പിസോഡ് അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇന്നേരത്ത് കുറെ കണ്ടപ്പോ സത്യം പറഞ്ഞുണ്ടല്ലോ, എടോ ഇതാണ് ബിഗ് ബോസ്. ഇത് ഞാൻ കഴിഞ്ഞ സീസൺ ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റിയാക്ട് ചെയ്യേണ്ടിയിരുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. ഈ സീസൺ ഒന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്, കഴിഞ്ഞ സീസൺ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് എനിക്കൊരു നഷ്ടബോധം തോന്നി. എന്തോ ഐറ്റമൊക്കെ അഖിൽമാരാർ ശോഭ എന്ന് മാത്രമല്ല, എനിക്ക് സെറീനയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറെ പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല, പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ജുലൈസിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ലാസ്റ്റത്തെ ഒരു ടൈമില് ലാസ്റ്റ് ഒരു 7 പേര് ഉള്ള സമയത്തെ ക്ലിപ്സ് ആണ് കേട്ടോ ഞാൻ കൂടുതലും കണ്ടത്. അതിന് മുമ്പത്തെ ഒന്നും ഞാൻ വലുതായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ ഇവരുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നേരെ മറിച്ച് ഈ ഒരു സീസണിൽ ലാസ്റ്റ് ഒരു 6 പേരൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എന്ത് ബോറായിരുന്നു. അത് സഹിക്കാൻ പറ്റായിട്ടാണ് തോന്നുന്നു മറ്റേ ബിഗ് ബോസ് മറ്റേ പഴയ ആൾക്കാരെ കൊണ്ട് കയറ്റിക്കൊണ്ടിരുന്നത്. ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ലാസ്റ്റ് ഒരു 7 പേരൊക്കെ ഉള്ളപ്പോ ഞാൻ ആദ്യമേ അതിന്റെ ക്ലിപ്സ് കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു 3-4 മിനിറ്റിന്റെ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല എന്തായാലും. കഴിഞ്ഞ സീസണിന്റെ ആയതുകൊണ്ട് ഈ സീസണിന്റെ ഞാൻ അധികം ക്ലിപ്പ് വെക്കത്തില്ല, കാരണം നിങ്ങൾക്ക് ബോർ അടിക്കും, അതെനിക്ക് അറിയാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ സീസണിന്റെ വീഡിയോസ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 1-2 സ്ഥലത്ത് 1-2 കമന്റ് കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ആ കമന്റ് ഒക്കെ അയ്യോ, അപ്പോഴാണ് ഞാൻ ആലോചിച്ചു ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ കൊള്ളാലോ. കാരണം ആളുകൾക്ക് ഇഷ്ടമാണ് പഴയ സീസണിന്റെ പഴയ വീഡിയോസ് ഇപ്പൊ കാണാനും. ഞാൻ 1-2 കമന്റ് ഒന്ന് കാണിച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. സീസൺ 6 തുടങ്ങിയിട്ടും തഗ് കാണാൻ അഖിൽമാരാറെ തേടി ഇവിടെ വരുന്നവരുണ്ടോ? ഒരു വീഡിയോ അടി കിടന്ന കമന്റാ. ഇജാതി ഒരു എപ്പിസോഡ് ഈ സീസണിൽ വേറെ കാണില്ല. അഖിൽ ശോഭ കോംബോ ഇഷ്ടമുള്ളവരുണ്ടോ? സീസൺ 6ന്റെ ബോറിംഗ് മാറ്റാൻ ഇത് വന്ന് കാണുന്ന ഞാൻ. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ സീസൺ ബോറായിട്ട് തോന്നിയിട്ട് വെറുത്തിട്ട് പഴയ സീസണിന്റെ വീഡിയോസ് ഒക്കെ പോയി കാണുന്നവര്.
സത്യമായിട്ടും എനിക്കങ്ങനെ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ അധികം ഇരുന്ന് കണ്ടു, കുറേ ഇരുന്ന് കുത്തിയിരുന്ന് കണ്ടു. എനിക്ക് സത്യം അയ്യോ ചിരിയൊക്കെ വന്നിട്ടുണ്ടല്ലോ ലാസ്റ്റത്തെ. അതൊന്നും ഇല്ല ഈ സീസണില്, ഒന്നുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒരു പവർ കിട്ടിയിട്ട്, ഒരു പവർ റൂം ഇത്തവണ ഉണ്ടായിട്ട് എന്താണ് അവര് കാണിച്ചു കൂട്ടിയത്? നേരെ മറിച്ച് കഴിഞ്ഞ സീസണിലെ പവർ റൂം അല്ല, പക്ഷെ ഓരോ ആളുകൾക്കൊരു ഒരു വെള്ളം, എന്താണ് അതിന് പറയുന്നത്, ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അഖിൽമാരാറിന്റെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസം ഉണ്ടായിരുന്നതൊക്കെ. ഒരു വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു പവർ കിട്ടിയിട്ട് അവരവിടെ കാണിക്കുന്നത് കാണും. ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അഖിൽ, ബിഗ് ബോസ്, ഇതാണ് നിങ്ങളുടെ മാജിക് പോഷൻ. ഇപ്പോൾ കുടിക്കാൻ പോവാണ്. ആഹാ, അഖിൽ വിപരീതം. അഖിൽ കുടിച്ച മാജിക് പോഷൻ വിപരീത ബുദ്ധിയുടേതാണ്. അതുകൊണ്ട് തന്നെ അഖിൽ പുറത്തു വന്നതിന് ശേഷം എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും അതിന് എതിരെ പറയുകയോ പ്രവർത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നാണ് കുടിച്ചത് വിപരീതത്തിന്റെ മാജിക് പോഷൻ ആണെന്ന് അഖിൽ മനസ്സിലാക്കേണ്ടത്. നീ എനിക്ക് തന്നേ സ്നേഹത്തോടെ ഒരാൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്നേഹത്തോടെയല്ല, ദേഷ്യത്തോടെ തന്നത്. വിടണ്ട, നീ പിടിച്ചോ. നിങ്ങൾക്ക് ആർക്കും എന്റെ അടുത്ത് പ്രത്യേകിച്ച് ഒരു ഭാവം നീ വിടണ്ട, പിടിച്ചോ. കൺസെന്റ് ആണോ? അതെന്തായാലും എനിക്ക് അവിടെ തടപ്പം കാണിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നീ എന്തിനാ നോക്കുന്ന? ശോഭയുണ്ടടി, എനിക്ക് നോക്കാം, ഞാൻ പോവും. തൊടാതിരിക്കാം. നീ തുറന്നേ. ചോറ് കഴിച്ചോ? നീ കക്കൂസി പോയില്ല? നിനക്ക് എന്തൊരു ബുദ്ധിമുട്ട് പോലെ? ഞാൻ പല്ല് തേച്ചതാ. നിന്റെ മുഖത്തിന് മൊത്തത്തിലൊരു വൈക്കളഫ്യൂ. അഖിൽ എന്ത് പറ്റി നിനക്ക്? മരുന്ന് കുടിച്ചിട്ട് എന്ത് പറ്റി? എനിക്കല്ലല്ലോ പറ്റിയത്, നിങ്ങൾക്കല്ലേ? ചക്ക ഇട്ടാ? എനിക്കൊരു പവർ കിട്ടിയടി. പവർ എന്താണ് പവർ? എന്താ പവർ? മനസ്സിലായി. നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇല്ല. സ്നേഹമുണ്ട്. നിനക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ശോഭയും തമ്മിൽ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് ശോഭയ്ക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ, മറ്റുള്ളവർക്കൊക്കെ എന്നോട് ഒരു പൊസസീവ്നെസ് കാണിക്കണം. ഇങ്ങനെ ആയിരിക്കും ബിഗ് ബോസ് പറയുന്നത്. ഇവൾ എന്നോട് അടുപ്പം കാണിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണ്. ആണോ? ഒരു വ്യക്തിത്വം. പവർ എന്താണെന്ന് മനസ്സിലായോ? ഞാൻ പറയുന്നതിന് എതിർത്ത് പറയുക, അല്ലെങ്കിൽ പറയുന്നതിന് പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം. നിങ്ങളാണ് വിപരീതം. ഓപ്പോസിറ്റ്, എതിർക്കുക. അതന്നെ കറക്റ്റ്. അഖിൽ, അഭിനന്ദനങ്ങൾ. താങ്ക് യു ബിഗ് ബോസ്, താങ്ക് യു. ഇനിയുണ്ട്, ടാസ്ക് കഴിഞ്ഞിട്ടില്ല. അടുത്ത ബസർ വരെ ഈ പവർ ലഭിക്കുന്നതാണ്. എനിക്ക് ഒരു ആപ്പിളെടുത്ത് ചെത്തിക്കൊണ്ട് തരല്ലേ? ആരും ഒരു ആപ്പിളെടുത്ത് ചെത്തിക്കൊണ്ട് തരല്ലേ? ആപ്പിളെടുത്ത് ചെത്തിക്കൊണ്ട് തരല്ലേ എന്നാ പറഞ്ഞത്. പോടോ ഹേ. തനീഷ് എനിക്ക് ചൂടുള്ളിട്ടൊന്നും തരണ്ട. ചെറിയ എൻ്റെ ഈ മുതുകത്ത് മൊത്തം മസാജ് ചെയ്ത് തരണമെന്ന് ഞാൻ വിചാരിച്ചതാ, പക്ഷെ തരണ്ട. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മസാജ് ചെയ്ത് തരണം. പക്ഷെ വികാരങ്ങൾ നിങ്ങൾ തന്നെ അടക്കി വെക്കുക. മുട്ട് ചൊറിയുന്നുണ്ട് ശോഭ. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആപ്പിളല്ലേ വേണ്ട, നല്ലോണം ആപ്പിൾ തിന്നു. ഒന്നും കേൾക്കുന്നില്ല ആരും. എന്റെ വായിൽ നിന്റെ വിരൽ കേട്ടല്ലേന്ന് പറഞ്ഞാ ഇവിടെ എന്ത് രസമല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഫൺ ഗെയിം ഒന്നും, ഒരു ഫൺ ടാസ്ക് ഒന്നും അല്ല. പക്ഷെ എന്നിട്ട് ഒരു പവർ കിട്ടുന്നതിന്റെ പരിപാടിയാണ്. എന്നിട്ട് വരെ എന്ത് രസമായിട്ട് അവര് ചെയ്യുന്നത്. ഈ ഒരു സീസൺ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ചിരി വന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ അർജുൻ ഒന്ന് ജാൻമണിയായിട്ട് അഭിനയിച്ച ആ ഒരു പോർഷനും പിന്നെ നോറയായിട്ട് കാണിച്ച കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഇതാണ് എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ചിരി വന്നത്.
ഇത് ഞാൻ വേറെയും കുറെ, ഞാനിപ്പം ഓരോ ദിവസം നിങ്ങൾക്ക് കുറച്ച് വെച്ച് കാണിച്ചു തരാം. വേറെയും കുറെ ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചിരിച്ച് ചാവും. ഇത് മൊത്തത്തിൽ ഞാൻ മിസ് ചെയ്ത് കളഞ്ഞല്ലോ എന്നൊരു സാധനം എനിക്ക് കിട്ടിയത്. ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നമ്മൾ ടോട്ടലായിട്ടിരുന്ന് കാണേണ്ടതെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എനിക്കൊരു പരിധിക്കുള്ള അറിയത്തില്ല. ഈ അഖിൽ ശോഭ കോമ്പോ അവർ തമ്മിൽ എപ്പോഴും അടിയാണ്. അതുപോലെ തന്നെ അത് നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും ഈ ശോഭ എന്ന് പറയുന്ന വ്യക്തിക്ക് എവിടെയോ ഇപ്പോഴെന്തായാലും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അന്നും ഈ ഒരു പേഴ്സണൽ ഗ്രഡ്ജ്, എന്തൊരു കാര്യവും പേഴ്സണലായിട്ട് എടുത്ത് അഖിൽമാരാനടുക്ക ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം ആ ഒരു ആപ്പിള് മറ്റേ എന്താ നാദര കുത്തിക്കേറ്റ നേരത്തെ ഓടി വന്നിട്ട് അത്രയും നേരം മറ്റേ കാല് തുടയ്ക്കാനോ കാല് തീരുമാനം എന്തോ പറഞ്ഞപ്പോഴൊന്നും വന്നില്ല. കുത്തിക്കയറ്റുന്ന കണ്ടപ്പോ കുറേ വന്ന് ഭയങ്കര കുത്തിക്കയറ്റുന്ന പരിപാടി. പക്ഷെ അതൊക്കെ രസമുണ്ട്. അവര് പേഴ്സണൽ ഗ്രഡ്ജിലാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി ആ ഒരു ആള്. പക്ഷെ എന്നാലും ഓട്ടോ ഒരു രസമുണ്ട്, നമുക്ക് എന്റർടൈനിങ്ങാ, കാണുന്ന ജനങ്ങൾക്ക് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇനി നമുക്ക് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോവാം. ഈ ഒരു ശോഭ അഖിൽമാരാർ ഒരു കോംബോ ഇല്ലേ, ഇവരുടെ ഒരു ഫൈറ്റ് പരിപാടികള് ഈ ഒരു സീസണിൽ നമുക്ക് ഇതുപോലെ കിട്ടിയാണ്. എവിടെയായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? ജിൻഡോ ചേട്ടൻ, ജാസ്മിൻ, ഇവർക്ക് സത്യം പറഞ്ഞ ഇതുപോലെ ഇവർക്ക് നിൽക്കായിരുന്നു. ഒരു അഖിൽമാരാർ ശോഭ അത്രയ്ക്കൊന്നും വരുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അഖിൽമാരാറിന് അത്രയ്ക്കും സംസാരിച്ച് മറ്റേ തള്ളു നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല നമ്മുടെ ജിൻഡോ ചേട്ടൻ. പക്ഷെ എന്നാലും ആ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, അതുപോലെ ഇവർക്ക് ആകാമായിരുന്നു ഈ ഒരു സീസണിൽ. ജാസ്മിന് പറ്റിപ്പോയത്, ജാസ്മിൻ ഒരു ഗുണവും ഇല്ലാത്ത ഒരുത്തനെ ഒരു കോംബോ, ആ ഒരു വ്യക്തിയായിട്ട് ഒരു കോംബോ പിടിക്കാൻ പോയി. അതും ട്രാക്ക് മാറിപ്പോയി, ലവ് ട്രാക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്, ഒരു വല്ലാത്തൊരു ട്രാക്ക് അങ്ങനെ പറയാം. ആ ഒരു സാധനം പിടിക്കുന്നതിന് പകരം ഈ ജിൻഡോ ചേട്ടനായിട്ട് ഒരു ഫൈറ്റ് ട്രാക്ക് പിടിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയേനെ, നമുക്ക് കുറച്ചുകൂടെ രസമായിട്ട് കിട്ടിയേനെ. എനിക്ക് അങ്ങനെയാ തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതാണെങ്കിൽ ഒന്ന് പറയുക, അല്ലെങ്കിൽ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പറയുക. എന്തായാലും നമുക്ക് ഈ ഒരു സീസണിലെ ഇതിപ്പം ഇവർക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഈ ഒരു സാധനം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് കൊടുക്കുന്ന ഒരു പവർ, അതിന്റെ പുറത്തുള്ള ഒരു പരിപാടി. ഇനിയും പവർ ഹൗസിലാണ് ഈ ഒരു സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് അങ്ങനെ കിട്ടി ഇവർ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആക്കി. ഈ ഒരു സീസണിൽ ഒരു പവർ ടീം, ഒരു പവർ ഹൗസ്, ഒരു പവർ ടീം തന്നെ ഉണ്ടായിരുന്നു. ഒരാൾ നിന്ന് ചെയ്യുന്നത് ഇവർ പവർ ടീമിൽ ഇത്രയും അംഗങ്ങൾ ഒന്നിച്ച് ചെയ്തായിരുന്നെങ്കിൽ എന്ത് രസമായനെ. നല്ല നല്ല സാധനങ്ങൾ. ഇവിടെ എന്താ നമ്മൾ കണ്ടത്? ഒരു പവർ ടീമിന് ഒരു അധികാരം കിട്ടിയിട്ട് അവർ ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേസ്റ്റ് ആയിട്ട് മറ്റേ പാത്രങ്ങൾ എന്താണ് അതിനൊക്കെ പറയേണ്ടത്? അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു കോമിക് ആക്കാനോ ആളുകളെ എന്റർടൈൻ ചെയ്യിക്കാനൊന്നും ഇത്തവണത്തെ പവർ ടീം അല്ലെങ്കിൽ ഇത്തവണത്തെ ഇത്തവണ ബിഗ് ബോസിലുള്ള ഒരാൾ പോലും അതിന് അത്രയും കൊണ്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റർടൈനിങ് ആക്കാൻ, ജനങ്ങളെ ചിരിപ്പിക്കാൻ. ഇത്തവണ പിന്നെയും എന്തെങ്കിലും നമ്മൾ ഈ ഒരു പരിപാടി തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യം ഈ സീസണിൽ ഞാൻ വെച്ച് തരുന്നില്ല. ഈ സീസണിൽ ഒരു പവർ ടീം ഉണ്ടായിട്ട് ആ പവർ ടീം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് കാണിക്കാനായിട്ടില്ല ഈ ഒരു സീസണിൽ. എന്തായാലും ഒന്ന് കണ്ടുപോയിക്കോ. ഓക്കെ, ബിക്കോസ് ഞാൻ ഈ പവർ ടീമിന്റെ മെമ്പർ ശരണ്യ പവർ ഉപയോഗിച്ച് പറയുന്നു ഡെന്നത്തെ റൂം ലോക്ക് ചെയ്യും. അപ്പം അത് ഇല്ല. പവർ ടീമിന്റെ പവർ ഉപയോഗിച്ച് പവർ ടീം ആവശ്യപ്പെട്ടതിനാൽ ഡെൻ റൂം പൂട്ടിയിരിക്കുന്നു. ഗുഡ് ലക്ക് ബിഗ് ബോസ്. അത് തുറക്കണ്ടേ, ഇപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ പവർ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങളെ ജാസ്മിൻ ഇല്ലാതെ പ്ലാൻ ചെയ്തു. ജാസ്മിൻ ആക്ടിവിറ്റി റൂമിൽ വരില്ല. ആ റൂം ലോക്ക് ചെയ്തു ഞങ്ങള് പറയാതെ തുറക്കില്ല. താങ്ക് യു ബോയ്സ്. പ്ലീസ് ചേച്ചി പ്ലാൻ ചെയ്യ്, പ്ലീസ്. ഇതാണ് പവർ. ഇത്ര നേരം ജാസ്മിൻ ഇല്ലാതെ പ്ലാൻ ചെയ്യ്, പ്ലീസ്. ഞാൻ അവൾ അതിനകത്തിരിക്കുന്ന കണ്ടില്ല. നമ്മൾ അവൾ അതിനകത്തിരിക്കുന്ന കണ്ടില്ല. പ്ലീസ്. നിങ്ങൾ പ്ലാൻ ചെയ്തോ ഡെൻ ടീമിൽ നിന്ന് ആരും വരില്ല എന്നാണ് പറഞ്ഞത്. ചേട്ടാ, ഈ ടാസ്കിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ലെന്നാണോ? ഈ റൂം ഞങ്ങൾ പറയുന്നവരെ തുറക്കില്ല. അതിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നാണോ? അറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. ലെറ്റ്സ് വെയിറ്റ്. ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റിന് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ ഈ ഒരു സാധനം നമ്മൾ എല്ലാരും കണ്ടതാണ്. ഏറ്റവും വേഴ്സ്റ്റ് ഒരു സിറ്റുവേഷനിലേക്ക് ഈ ഒരു സാധനം, സിബിന്റെ ആ ഒരു പവർ ടീം അവരൊരു സാധനം പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ജാസ്മിന്റെ ഒക്കെ മുഖം നിങ്ങൾ ഇപ്പോഴേ കണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഗബ്രിയുടെ ഒക്കെ ആ ഒരു സാധനം അങ്ങ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. സോ
എനിക്ക് എന്തെങ്കിലും ഈ ഒരു സീസൺ വെച്ച് നോക്കുമ്പം ഒരു പവർ ടീം കൊടുത്തതിനകത്ത് എന്തെങ്കിലും എവിടെയെങ്കിലും ഇച്ചിരി ഒരു ബെറ്റർ ആയിട്ടൊരു ഒരു കണ്ടന്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിബിൻ വന്നപ്പോ ഈ കൊടുത്തൊരു സാധനം മാത്രം. അല്ലാതെ ഒരു പവർ ടീമും ഒന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. ലാസ്റ്റ് പവർ ടീം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കോൺസെപ്റ്റ് വരെ എടുത്ത് കളയേണ്ട വന്നു. കാരണം ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ തവണത്തെ ഞാൻ വേറെയും കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നും ഒറ്റ വീഡിയോയിൽ നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ ശരീരക്കൊക്കെ ഒരു പവർ കിട്ടുമ്പോൾ കാണിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. മോനെ, വാട്ട് ഈസ് ദാറ്റ്? അതൊക്കെയാണ് ഞാൻ അപ്പം ഒരു കാര്യം ആലോചിച്ചു. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. എന്നാലും കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സീസണിൽ വന്നിട്ട് ഈ ഒരു സീസണിൽ ഉണ്ടായിരുന്നവരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നി. കാരണം ഇവർക്ക് അഖിൽമാരാർ അവരുൾപ്പെടുന്ന ഒരു ടീമിനൊക്കെ ഈ പവർ ടീം കിട്ടിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ തോട്ടാണ്. നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അവർ അത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ തോന്നിപ്പോയി. കാരണം അഖിൽമാരൊക്കെ ആ ചെയ്തു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു സീസൺ വന്നാലും ഒരിക്കലും ഈ ഒരു 6 ഇതേ കണക്ക് എനിക്ക് കമ്പയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാം, അപ്പോഴും ചിലപ്പോൾ ഇതിനെക്കാട്ടിലും നല്ലൊരു സീസൺ ആയിരിക്കും 7 എന്നാ എനിക്ക് തോന്നുന്നത്. ഏറ്റവും വേസ്റ്റ് ഒരു സീസൺ ആയിട്ട് എനിക്ക് അപ്പോഴും ഈ 6 പറയാൻ പറ്റുള്ളൂ. കാരണം ഒന്നുമില്ല. ഇവിടെ ചിരിക്കാൻ പോലും ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. മറ്റേത് അങ്ങനെയല്ല, വഴക്ക് വരെ രസമാണ്. ഞാൻ വേറെയും കുറെ കണ്ടു. അതായത് ഈ കുറെ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെയും ജയിലിനകത്ത് കുറെ പേരെ ജയിലിനകത്ത് കിടക്കുന്നു. ഞാൻ ഒന്നും എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കുറെ പേര് ജയിലിനകത്ത് കിടക്കുന്നു. ശോഭ, അഖിൽമാരാർ, വിഷ്ണു, ഇവരെ കുറച്ച് പേരെല്ലാം കൂടി ഇങ്ങനെ വട്ടം, സർക്കിൾ, അതുപോലെ തന്നെ ഈ ട്രയാങ്കിൾ, ഇങ്ങനത്തെ ഓരോന്നൊക്കെ എഴുതി വെച്ചേക്കുമല്ല, ഇങ്ങനെ ഈ ആക്ടിവിറ്റി ഏരിയയിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കയറി നിൽക്കണം. ഇതിനകത്ത് നിൽക്കാത്തവർ ഔട്ടാവും. അങ്ങനത്തെ ഒരു സാധനമൊക്കെ. എടോ ഫൈറ്റ് രസമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ശോഭയൊക്കെ എടുത്ത് അഖിൽമാരാർ അങ്ങോട്ട് എറിയുന്നു, ഇങ്ങോട്ട് എറിയുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശോഭ ലാസ്റ്റ് കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും കാണുന്നവർക്ക് എന്റർടൈനിങ് ആണ്. മനസ്സിലായില്ലേ? ഈ ഒരു സീസണിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അതാണ് മിസ്സായി പോയത് ഈ സീസണിൽ. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഒക്കെ ഇട്ട് ഒന്ന് സഹായിക്കുക കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്കും. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഞാൻ പിന്നെ ഈ സാധനം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു സാധനം ഇനിയും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അതും കൂടി ഒന്ന് ഇട്ടേക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഇത് തന്നെ ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾ എല്ലാവരും കണ്ട സാധനങ്ങളാണിത്. 1 വർഷം മുമ്പുള്ളതാ. പിന്നെ നമ്മുടെ ഈ ഒരു കമ്പാരിസൺ പരിപാടിക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് കണക്കത്തെ കുറെ കാര്യങ്ങൾ ഈ ഒരു കഴിഞ്ഞ സീസണിലെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ എടുത്ത് കാണാൻ തോന്നും. രസമാ. ഈ സീസണിൽ വരെ കുറ്റം പറയാൻ മാത്രമേ പറ്റത്തില്ല. അയ്യേ ഇവന്മാര് കൊള്ളത്തില്ല എന്ന് പറയാനേ പറ്റുള്ളൂ. ഏതൊരു വീഡിയോ ഞാൻ ചെയ്യാൻ പോലും. കാരണം ഒന്നും ഇല്ല. ആകെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ കാണിച്ചെന്ന ആ ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ ഇച്ചിരി നല്ലതുള്ളൂ. ബാക്കി എല്ലാം ഒത്തില്ല. ആ ഒരു അവസ്ഥയാ. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യാം. അപ്പൊ ബൈ ബൈ.